വെറുതെ അങ്ങനെ സംസാരിച്ചിട്ട് പോയി. അത് കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ കയറി സംസാരിച്ചപ്പോണ്ടല്ലോ എല്ലാരും മിണ്ടാട് നിന്നു. ചെവി ഇങ്ങനെ കൂർത്ത് ഞാൻ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് അടിച്ചു പൊളിച്ചങ്ങോട്ട് സംസാരിച്ചു. ഞാനും നോക്കേണ്ട ആൾക്കാരെന്താ ചെയ്യുന്നത്. അവരൊക്കെ ഇങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നിന്നവർക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ടേ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രസംഗം ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്റ്റേജിൽ നമ്മുടെ കുറച്ച് ടീമുണ്ടല്ലോ, അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, എന്നാലേ ഒരു പാട്ടും കൂടെ പാടുമെന്ന്. പാട്ട് പാടാനോ? നിങ്ങളോടോ? അതെന്താടി, ഞാൻ പാട്ടുപാടി ശരിയാവില്ലേ? അങ്ങനെയൊന്നുമില്ല, ശരിയൊക്കെ ആവും. അല്ല, ഏത് പാട്ടാ പാടിയേ? അതെന്താണെന്നറിയോ, നിനക്കേ എൻ്റെ കഴിവ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ സംസാരിച്ചത്. എടി, ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടിയുണ്ടല്ലോ, അവിടെയുള്ള ജനങ്ങൾ മൊത്തം അങ്ങോട്ട് ഇളകി. ഇത് രസമായിരുന്നു അറിയാം. അവിടെ കയ്യടിയും ബഹളവും ഒച്ചപ്പാടും. ഓ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അവർക്കൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങൾ പാടി കേട്ടിട്ടില്ലല്ലോ. ഒന്ന് പാട്. നിന്റെ മുന്നിൽ പാടിയിട്ട് എനിക്ക് ആളാവൊന്നും വേണ്ട. എന്നാലും ഞാൻ പാടാം. ഞാൻ അവിടെ പാടി പാട്ടിട്ടോ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ആ പാട്ട്. ഗന്ധർവഗായകന്റെ ചന്ദ്രവീണ പോലെ. നീ എന്തൊരു ചിരിക്കുന്നത്? ഒന്നുമില്ലേ, പാട്. നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം രാഗം. നീ എന്താ പിന്നെയും പിന്നെയും ചിരിച്ചോണ്ടിരിക്കുന്നു? എന്താ മനുഷ്യനെ കളിയാക്കുക? ഈ പാട്ട് കേട്ടിട്ടേ എല്ലാരും നിങ്ങളെ പ്രൈസ് ചെയ്തായിരിക്കില്ല, കളിയാക്കിയതായിരിക്കും. നിങ്ങളാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കാണ്ട് പിന്നെയും പിന്നെയും പാടിയില്ലേ. കളിയാക്കിന്നോ? എന്തിന്? അത്രയും പേർക്ക് അവിടെ ഇഷ്ടപ്പെട്ടതാ. പിന്നെ നിനക്കെന്താടി ഒരു പുച്ഛം? എനിക്ക് പുച്ഛമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ ഒരു തമാശക്ക്. നീ എന്താടി മനുഷ്യനെ കളിയാക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നേ? ഇതിനി വിട്ടില്ലേ, ഞാൻ ചുമ്മാ ഒരു ഫണ്ണിന് പറഞ്ഞല്ലേ. ഫണ്ണാ? എടി, സ്വന്തം ഭർത്താവിനെ കളിയാക്കുന്നതാണോ ഫണ്ണ്? ഞാൻ എന്താടി നിന്റെ മുന്നിൽ കോമാളിയാണോ? എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ജോക്കൊക്കെ പറയില്ലേ, ആ ഒരു സെൻസിൽ എടുത്താൽ മതി. പാടിയത് നന്നായിണ്ട്. അതിന് എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. ഭാര്യ എന്ന് വിചാരിച്ചിട്ടേ തലേ കയറി മേയാൻ വരരുത്. നീയൊക്കെ എന്റെ മുന്നിൽ വെറും വട്ട പൂജ. ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കും, എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പാ. ഇന്ന് ലീവ് ആയിരിക്കുമല്ലേ? ഇതാരും അനുചേച്ചിയോ? ഇന്ന് ഞായറാഴ്ച അല്ലേ, ലീവാ. എല്ലാവരും ഉണ്ടാവും കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ വന്നത്. പിന്നെ ഞാൻ ഒരു സ്റ്റിച്ചിങ്ങിന്റെ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 11 പെണ്ണുങ്ങളെ വെച്ചിട്ടാ നാളെ അതിന്റെ ഉദ്ഘാടനം. അതിനെ വിളിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, അത് കൊള്ളാലോ. 11 പേരെ ഒപ്പിച്ചിട്ട് ഇത്രയും വലിയ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവല്ലേ? എന്തായാലും നന്നായി. എങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങി. സ്റ്റിച്ചിങ് ഒക്കെ ആദ്യം നല്ലപോലെ ചെയ്തു തരും ഞാൻ. പിന്നെ പിള്ളേരൊക്കെ ആയപ്പോ അതങ്ങ് നിർത്തി. പിന്നെ ഇപ്പൊ അവരൊക്കെ അങ്ങ് വളർന്നൊക്കെ ജോലിയും കാര്യങ്ങളായി ഓരോരോ വഴിക്ക് പോയില്ലേ. പിന്നെ വീട്ടിൽ ഞാൻ തനിയെ ഇരിക്കുമ്പോ എനിക്ക് ബോറടിക്കുന്നു. അങ്ങനെ അങ്ങ് തുടങ്ങിയതാ. ഒരു 11 നാളെയൊക്കെ ഒപ്പിച്ചിട്ട്. ഇപ്പൊ ലോൺ എടുത്തതാണ് കേട്ടോ, അല്ലാണ്ട് കയ്യില് പൈസ കൊണ്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിലും ഇത് എല്ലാരും കൊണ്ട് പറ്റുന്നതാണോ? ഇതൊക്കെ ചില്ലറ കാര്യ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാനുള്ള ക്വാളിറ്റിയും ഇല്ല, എന്നാ ആരോടെയും ചോദിച്ചിട്ട് നീ ചെയ്യും അതും ഇല്ല. ഒരു കുന്തം അറിയില്ല അവക്ക്. പറയുന്ന പോലെ അവളെവിടെ? അവളെവിടെ പോവാൻ? അവളിവിടെ തന്നെ ഉണ്ട്. ശ്രുതി, ഇങ്ങോട്ട് വാ. ആരാ വന്നേ നോക്ക്. ഇതാര്? ചേച്ചിയോ?
ആ ശ്രുതി, എന്റെ ഷോപ്പിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. നാളെയാണ് ഉദ്ഘാടനം. നിങ്ങൾ രണ്ടാളും ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? ചേച്ചി വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തും. അല്ല, കുറച്ചുപേരൊക്കെ ജോലിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവരൊക്കെ വരുമല്ലോ അല്ലേ? ആ പറഞ്ഞ ആൾക്കാരെ മുഴുവനും കിട്ടി. ഇനിയിപ്പോ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ പണി നന്നായിട്ട് പോകുകയാണെങ്കിലേ കുറച്ചും കൂടി മിഷ്യൻ മഞ്ചിട്ട് വേറെ കുട്ടികളെയൊക്കെ കൂട്ടാലോ. ആ, ശ്രുതിക്ക് എംബ്രോയിഡറി വല്ലതും അറിയോ? അങ്ങനെയാണെന്ന് വെച്ചാലേ നീ വെറുതെ വീട്ടിലിരിക്കണ്ട, വന്നോ ഒരു മിഷ്യൻ മഞ്ചിട്ടാ പോരെ. അയ്യോ ചേച്ചി, എനിക്കറിയില്ല. നല്ല ടീമിനെ വിളിക്കുന്നത്. ചേച്ചി വിചാരിച്ച പോലെ ആണല്ലോ ഇവള്. നിങ്ങളെ ഉദ്ഘാടനത്തിൽ നിന്ന് ലഡു കഴിക്കാൻ വേണമെങ്കിൽ ഇവിടെ വിളിച്ചോ. അവിടെ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് വെട്ട് വിഴുങ്ങിക്കോളും. അത്ര ഈസി അല്ലല്ലോ ഈ കൈയും കാലും ഇറങ്ങിയിട്ടൊരു തുണി തുന്നലും തുണി തയ്ക്കലൊക്കെ. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കില്ല കേട്ടോ. ഇവളൊക്കെ അവിടെ നിന്ന് പണിയെടുത്തിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ ഉദ്ഘാടനത്തിന് അന്ന് തന്നെ കട കൂട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവളെന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. പിന്നെ തുന്നൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നോട്ടോ, അതിനൊരു കുഴപ്പമില്ല. അതെന്ത് ചേച്ചി, വരാലോ. ഞാൻ നോക്കട്ടെ. എന്ത് നോക്കട്ടേന്ന്? എടി ഇതൊക്കെ തലയ്ക്കകത്ത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ, അല്ലാണ്ട് നിന്നെ പോലുള്ള ആൾക്കാർക്ക് അല്ല. ഇപ്പൊ ചേച്ചി തന്നെ നോക്ക്, അത് ഈ വയസ്സിൽ കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്ത് പോയി. അപ്പോഴാണ് ഇത്രയും വലിയ ഷോപ്പും തുടങ്ങി ലോൺ എടുത്ത് കുറെ ആൾക്കാരെ വെച്ച് വലിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. നിനക്ക് ഇതൊക്കെ പറ്റുമോ? ഇവളെങ്ങനെയാണെന്നറിയോ? എന്നോടും ചേച്ചിനോടും ഇപ്പൊ ഈ സംസാരിക്കുന്നത് കാണണ്ട. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വായ തുറക്കില്ല. ഒരു ബാങ്കിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടിങ്ങനെ വിറയ്ക്കും. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമേ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ അവൾ ഒരു കാര്യത്തിനും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ അവൾക്കതിന്റെ ആവശ്യമില്ല. അതൊരു ഭാഗ്യം തന്നെയാണ്. അവൾ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. ചേച്ചി ഒരു കാര്യം അറിയാം, കല്യാണത്തിന് മുമ്പേ ഇവളുടെ വീട്ടിൽ നിന്ന് മാക്സിമം ഒരു 10 കിലോമീറ്റർ വരെ പോയാലായി. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ പുറം ലോകം കാണിക്കുന്നത്. കുറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന തന്നെ കല്യാണം കഴിഞ്ഞിട്ടാ. അതിന് മുകളിൽ ട്രെയിൻ കണ്ടിട്ടോന്ന് എനിക്ക് സംശയം. പിന്നെ നല്ല നല്ല ഭക്ഷണം അതൊക്കെ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്, അല്ലാണ്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഇങ്ങനെയുള്ള ടീമിനൊക്കെ നമ്മൾ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൾ അവിടെ ചെന്നിട്ട് എന്ത് കാണിക്കാനാ? പലതും അറിയേണ്ട സംസാരിക്കാനാണെങ്കിലും അവള് ബബ്ബമാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. ഇല്ലടാ? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നത് കൊണ്ടല്ലേ ഏട്ടന് കൃത്യമായിട്ട് ഓഫീസിൽ പോകാനും സമാധാനത്തോടെ ജോലി ചെയ്യാനൊക്കെ പറ്റുന്നേ. ഒരു കഴിവില്ലാന്നൊന്നും പറയരുത്. പിന്നെ എല്ലാ കുടുംബത്തിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ ചേച്ചി ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ പെണ്ണിലക്കിയായി. അങ്ങനെ ഒരാളുള്ളതുകൊണ്ടല്ലേ വഞ്ചേച്ചി ഇപ്പോ ഈ പ്രായത്തിൽ ഇതൊക്കെ തുടങ്ങിയത്. എനിക്കും സപ്പോർട്ട് കിട്ടിയ ഞാനും അങ്ങനെയൊക്കെ ആവും. പിന്നെ ഞാനൊന്ന് ഇറങ്ങട്ടെ. നാളെ 10 മണിക്കാണ് ഉദ്ഘാടനം. നിങ്ങൾ 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തണേ. അത് ചേച്ചി ഞങ്ങൾ ഉറപ്പായിട്ട് വരാം. നീ എന്തടി അവരുടെ മുന്നിൽ എന്നോട് അങ്ങനെ സംസാരിച്ച് മനുഷ്യനെ കൊച്ചാക്കുക? കൊച്ചാക്കാനോ? അതിന് ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായിട്ടൊന്നും അവരോട് പറഞ്ഞില്ലല്ലോ. നീ അല്ലടി പറഞ്ഞത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് ഒന്നും ആവാൻ പറ്റുന്നില്ല എന്ന്. ആ ലേഡീനെ അവരുടെ ഹസ്ബൻഡും കുട്ടികളും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർ എന്തൊക്കെയോ ചെയ്തിട്ട് ഈ നിലയിലെത്തിയത്. നീ എന്താ ആളെ ഒന്നും അല്ലാണ്ടാക്കുക? അത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പിള്ള തന്നെയല്ലേ, ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? എന്റെ തലയ്ക്കകത്ത് ബുദ്ധിയില്ല, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയില്ല, ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളെ കൊച്ചാക്കുകയാണെന്ന്. അപ്പൊ എന്നെ നിങ്ങൾക്ക് എന്ത് പറയാ? നിങ്ങളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ താഴ്ത്തി കേട്ടാ നിൽക്കുന്നത്? എടി അതാണ് നീ. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് ഞാൻ എവിടെയും പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വരുന്ന പോലെ നിനക്ക് അങ്ങനെ തന്നെ ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവരൊരു യൂണിറ്റ് തുടങ്ങിയിട്ട് 10-15 പേരെയും വെച്ചിട്ട് അതുപോലെ നിനക്ക് എന്തെങ്കിലും തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ നീ എന്ത് കണ്ടിട്ട് ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? എടി എന്നെ പോലെ നിന്നെ സ്നേഹിക്കാൻ കെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് ഈ ലോകത്ത്? ഈ ലോകം മൊത്തം ചുറ്റിക്കറങ്ങാനേ നിന്നെ ഞാനല്ലേ കൊണ്ടുപോയത്, അല്ല നിന്റെ അച്ഛനാണോ? എടി നീ ആ സ്ത്രീനെ ഒന്ന് കണ്ട് പഠിക്കുക. ഈ പ്രായത്തും അവർ ഇങ്ങനത്തെ ഓരോ പണിക്കിറങ്ങണമെങ്കിലേ അവരെ ഭർത്താവിനെ കൊണ്ടോ അവരുടെ മക്കളെ കൊണ്ടോ ഒരു സഹായം അവർക്ക് ഉണ്ടാവില്ല. എന്നിട്ടും അവരവരുടെ ഭർത്താവിനെ കുറിച്ചോ ആരെക്കുറിച്ചും ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. പക്ഷെ നീ എന്താ ചെയ്തത്? എന്നെ ഒരുമാതിരി തരം താഴ്ത്തിയാലും നീ സംസാരിച്ചത് അവരുടെ മുന്നിൽ. എടി ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എവിടെയെങ്കിലും പണിക്ക് പോയിട്ട് വല്ല ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടായിക്കൊണ്ടുവന്ന്?
ഇല്ലല്ലോ, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എൻ്റെ ഒരു വിലയില്ല അല്ലേ? നന്ദിയില്ലാത്ത വർഗം. ഇതിപ്പോ അതിന് ആദ്യമായിട്ടല്ലല്ലോ. ആര് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ 100 കുറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാനായിട്ട്. നിങ്ങൾ എന്നെ ഏത് ലോകമൊക്കെ കറങ്ങാൻ കൊണ്ടുപോയി, കല്യാണം കഴിഞ്ഞ് പിന്നെ 2-3 സ്ഥലത്തേക്ക് പോയി. അതന്നെയല്ലേ എന്നും ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്. ജോലിക്ക് ഞാൻ പോകാനിച്ചല്ലോ, നിങ്ങൾ വിടാനിട്ടല്ലേ. നിങ്ങളെക്കാളും കൊമ്പത്തെ ഞാൻ വലിയ എന്തോ ആകുന്നു വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ അത്ര നല്ലവനായിട്ടാണോ എന്നെ കുറിച്ച് ഇല്ലാത്ത മുഴുവൻ അവരോട് പറഞ്ഞത്? നീ എന്തടി പറഞ്ഞ? ഞാൻ നല്ലവനല്ല. എല്ലാ കാര്യങ്ങൾക്കും പറയുമ്പോ ഓരോന്ന് ചെയ്തു തന്നിട്ട് നല്ലവനല്ല. എന്താണ് ഞാൻ കുറിച്ച് വിചാരിച്ചത്? നീ പറഞ്ഞുണ്ടല്ലോ ഏറ്റവും മോത്തായിട്ട് ഞാൻ നീ ഒറ്റ ഒരു ചാടി ഇതിനോ കാരണം മര്യാദയ്ക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പോയതാ. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നിനക്ക് ഞാൻ പോരല്ലേ? നിനക്ക് എന്തായി വേണ്ടേ? നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നിനക്കെന്നെ വിലയില്ല അല്ലേ? അവിടെ ഒരുമാതിരി മുതലക്കണ്ണീരുമായിട്ട് നിൽക്കുക, ഓരോ ഉളുപ്പുമില്ലാണ്ട്. നീ കരയടി, നീ കരയണം. നിന്റെ കണ്ണുനീരല്ലേ, അത് കാണുമ്പോൾ എനിക്കൊരു സുഖം. നീ കരയും. ഇല്ലാത്ത കാര്യങ്ങൾ വരുന്ന ആൾക്കാരെ മുന്നിൽ വെറുതെ പറയുമ്പോ നിനക്ക് 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 ഇതല്ല വേണ്ട. എനിക്കിതൊന്നും പോരാ. നിക്ക്, ഇതൊക്കെ രാവിലെ ഇട്ടാണല്ലോ. ഇത്ര നേരം എടുത്തു വെച്ചില്ല. നീ എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ ആ സമയത്ത് അങ്ങനെ നിന്നോടങ്ങനെ പെരുമാറി എന്നുള്ളത് ശരിയാണ്. അതോർത്തിട്ട് ഇങ്ങനെ പേടിക്കാനൊക്കെ ഉണ്ടോ? എടി പൊട്ടി പെണ്ണെ, ഞാൻ നിന്റെ ഭർത്താവാണ്. ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഒരു ബുദ്ധിയില്ലാന്ന്. എന്തേലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പതാ എവിടെയെങ്കിലും ഒന്ന് കരഞ്ഞോണ്ടങ്ങിട്ടിരിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, അത്രയും വലിയ കാര്യങ്ങളാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഭാര്യമാര് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരോട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് പറയോ? ഇല്ലല്ലോ. നീ അങ്ങനെ ചെയ്തപ്പോ എനിക്കൊന്ന് വിഷമായി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിന്നോട് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. അത് ഞാൻ ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ നിനക്കെന്താ കുഴപ്പം? ഇനിമേലിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരോടെ നീ സംസാരിക്കണ്ട. നീ വായ തുറക്കുമ്പോഴാണല്ലോ ഓരോ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തായാലും ദേഷ്യം വരും, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളാവും. അത് ഒഴിവാക്കാം നമുക്ക്. നീ മിണ്ടാണ്ടിരുന്നാൽ മതി. അവരോട് സംസാരിക്കുന്ന ആരെങ്കിലും ഞാൻ സംസാരിച്ചോളാം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് നീ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചോട്ടെ, ഇങ്ങനെ വീട്ടിലിരുന്നിരുന്നിട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ വെറൊരു വിഡ്ഢിയായി മാറുന്ന പോലെ ഉണ്ട്. പുറത്തൊക്കെ ഇറങ്ങി ആൾക്കാരോടൊക്കെ ഇടപഴകി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഞാനും നല്ല രീതിയിൽ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ പഠിക്കില്ലേ. അല്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വയ്യ. നല്ല കാര്യേ, ജോലിക്ക് ശ്രമിക്കാനോ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ വിശ്വാസമില്ല. എടാ, ഞാനില്ലേ നിന്റെ കൂടെ, നിനക്ക് സംസാരിക്കാനും പുറത്തു പോകാനും എന്ത് ചെയ്തു തരാനും.
പിന്നെന്താ കുഴപ്പം? ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പരിപാടി. അത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ ചെന്നിട്ട് അത്ര കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നീ കുറെ കാലമായിട്ട് വീട്ടിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. നിനക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരി, നിങ്ങളെല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം വേറെ തന്നെ ഒരു വേൾഡിലായി പോയി. എല്ലാവരും ഓർക്കും നമ്മുടെ പണ്ടത്തെ കോളേജിലെ ആ ലൈഫും നമ്മൾ ഒരുമിച്ച് പുറത്തു പോയതും സിനിമയ്ക്ക് പോയതും എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഒന്നാമത് ആരുടെയും നമ്പറും ഇല്ല. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഓരോന്നല്ലേ. എനിക്ക് പറഞ്ഞു തരാൻ കഥകളൊന്നും ഇല്ലടോ. പണ്ടത്തെ പോലെ എന്നും ചിരിച്ചും കളിച്ചും നടക്കാനൊന്നും പറ്റില്ലല്ലോ കല്യാണം കഴിഞ്ഞാല്. വേറെ തന്നെ ജീവിതമല്ലേ. അതിനെന്താടാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ പിന്നെ ഞാൻ വരാം, എല്ലാവരും കാണുകയും ചെയ്യാലോ. ആ എന്നാ ഒരു കാര്യം ചെയ്യ്, എപ്പോഴാണെന്ന് വെച്ചാലേ പറഞ്ഞാ മതി. ആ വിളിച്ചോ. ആ നിങ്ങൾ ഇറങ്ങണേന്റെ കുറച്ച് നേരം മുമ്പ് വിളിക്കണേ. ആ ആ ശരി ശരി ശരി, കുറെ ആയിക്കോട്ടെ. നേരമായാലും ഈ ഫോണില് ആരോടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്നാ ശരി കേട്ടോ. എന്റെ ഫ്രണ്ടാ ശാലിനി, ഞാൻ പറഞ്ഞിരുന്നില്ലേ കണ്ടൂന്ന്. ശാലിനിയ? എപ്പ കണ്ടുന്ന്? അപ്പൊ നീ പല ആൾക്കാരെയും ഞാൻ അറിയാണ്ട് കാണാൻ പോക്കുണ്ടോ? തുടങ്ങി ഭ്രാന്ത്. എന്താടി നിന്ന് പിറുപിറുക്കുന്നത്? ഞാൻ ചോദിച്ചെന്താ? നിന്റെ ചെവി കയറിയില്ലേ? ഏതവനാടി വിളിക്കുന്നത്? ഓ, ഒരുത്തനെ കൊണ്ട് തന്നെ ജീവിതം അടുത്തിരിക്കുക, പിന്നെയാണ് വേറെ ഒരുത്തൻ. ഇത് വേറെ ആരുമല്ല, എന്റെ ഫ്രണ്ട് തന്നെയാ. ഞായറാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, എനിക്ക് പനിയായിട്ട്. അവിടെ നിന്ന് കണ്ടതാ, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾ മറന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഏതെങ്കിലും ഫ്രണ്ട്സിനെ എവിടുന്നേലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സംസാരിച്ച് പിരിഞ്ഞോളണം. നീ എന്തിനാ നമ്പർ കൊടുക്കാനും വിളിക്കാനൊക്കെ നിന്നത്? എന്താ സ്വന്തം ഹസ്ബൻഡ് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ? എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാ, നിനക്ക് ഒരു ഫ്രണ്ട്സും വേണ്ട, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട്, ഞാൻ മാത്രം മതിയെന്ന്. എന്നിട്ട് പതുക്കെ പതുക്കെ എല്ലാ ഫ്രണ്ട്സും നിന്ന് എന്നെ ഒഴിവാക്കി. എന്റെ വീട്ടിലേക്ക് വരേക്ക് പോകാൻ വിടില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയോടും അച്ഛനോടൊക്കെ എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും കാലം നിങ്ങൾ ഈ ഭ്രാന്തിനൊക്കെ ഞാൻ കൂട്ടുനിന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണുന്നത്. എന്തെങ്കിലും ഒന്ന് മിണ്ടാനും പറയാൻ എനിക്കും വേണ്ട ആരെങ്കിലും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ നമ്പർ കൊടുത്തത്. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവര് ഒരുമിച്ച് ഗ്യാദർ ചെയ്യലും എല്ലായിടത്തും ഒരുമിച്ച് പോക്കും ഒക്കെ ഉണ്ട്. ഞാൻ മാത്രമാണ് എല്ലാത്തിനും ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഒരുമാതിരി അന്യഗ്രഹ ജീവിയെ പോലെ ജീവിക്കുന്നത്. ഇന്ന് എല്ലാവരും കൂടി ഇവിടെ കോഴിക്കോട് വരുന്നുണ്ട്. അപ്പൊ ഞാനും കൂടി വരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചതാ. ഞാൻ പറഞ്ഞു വരാന്ന്. പോകും? എന്നോട് ചോദിക്കാണ്ട് നീ പോവും? അങ്ങനെയാണ് നീ പോകുന്നത് കാണണല്ലോ എനിക്ക്. ഇത് വേറൊന്നല്ല, നീ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുക അല്ലേ? എന്നിട്ട് വേണം അവിടെ ചെന്നിട്ട് എന്നെ കുറിച്ചുള്ള ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് സൗകര്യം കിട്ടുമ്പോ ഏതെങ്കിലും ഒരു തെണ്ടീന്റെ കൂടെ ഒളിച്ചോടി പോകാൻ അല്ലേ? നീ വിളിക്ക്, എന്നിട്ട് നിന്റെ അവളോട് പറ നിന്റെ മറ്റവനെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കാൻ. എന്നിട്ടേ ഞാൻ കൊണ്ടാവും നിന്നെ അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടിനെ കൈയോടെ പൊക്കാലോ. അതിനു മുമ്പ് ഇതിന്റെ ചൂടെന്താന്നും കൂടെ നീ അറിഞ്ഞോ? നീ അകത്തേക്ക് വാടി. ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. നീ കാരണം എനിക്ക് എൻ്റെ പേര് അവരെ മുന്നിൽ കളയാൻ പറ്റില്ല. ശ്രുതി, ഒരു ചെറുനാരങ്ങ തരുമോ? ചേച്ചി നോക്കട്ടെ, എൻ്റെ എടുത്തുതരാം. എന്താ അവളെ മുഖം അടിയിരിക്കുന്നത്? തലവേദന ഉണ്ടോ അവക്ക്? ഏയ്, അവക്ക് തലവേദനയൊന്നുമില്ല ചേച്ചി. ഈ മട്ടലൊക്കെ ഇങ്ങനെ ഇവിടെ കുറേ ദിവസമായിട്ട് കിടക്കല്ലേ. 24 മണിക്കൂറൊക്കെ ഫോൺ ചെയ്യൽ തന്നെയാ പരിപാടി. ഞാൻ അവളോട് പറഞ്ഞ ഇതൊക്കെ ഒന്ന് ഇവിടെ പെറുക്കിയിട്ടിട്ട് കത്തിക്കാൻ. അപ്പൊ അതിന്റെ ദേഷ്യ കണ്ടത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ചേച്ചിയായിട്ടേ അവളോട് ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ആളാരാന്ന് എനിക്കറിയാം. ഞാനും അവളോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നടിയായി പ്രശ്നമായി, പാത്രങ്ങളെടുത്ത് വലിച്ചെറിയലായി. ഇടയ്ക്കിടയ്ക്ക് ചേച്ചീനെ കേട്ടിട്ടുണ്ടാവില്ലേ ഇവിടുന്ന് വരുന്ന പാത്രങ്ങളുടെ സൗണ്ട്?
അതൊക്കെ അവള് ചെയ്യുന്നതാ. പക്ഷെ എന്താ ചെയ്യാ, ഞാനായതാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുക. അയ്യോ, അത് വേറെ വല്ലവരും ആയിരിക്കണം അവളവളെ വീട്ടിൽ കൊണ്ട് വിട്ടാന്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ അങ്ങോട്ട് ഇറക്കി വിട്ടാന്. ഞാനിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്, ആ കൂടെ സമാധാനം സന്തോഷമുണ്ട്. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ ചേച്ചി. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമുക്കൊരു വിലയും നിലയില്ലേ, അത് കളഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ജീവിക്കും. എന്നാ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവൾ ഇങ്ങനെയാന്ന്. അവളെന്നെ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് അവളെ സ്നേഹിക്കാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ആത്മാർത്ഥതയും സ്നേഹമൊക്കെ കണ്ടിട്ട് അവൾ മാറണേ മാറട്ടെ. കേട്ടോ, എനിക്കിപ്പോൾ എന്ത് ചെയ്യാനാ പറ്റുക? എന്നാ ശരി, ഞാൻ പോട്ടെ. ഇനി നാരികൊന്നും അവർക്ക് വേണ്ട. നിന്റെ അവിഹിതത്തിന്റെ കഥ കേട്ടപ്പോഴേ നിന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോയി. അവിഹിതത്തിന്റെ കഥയോ? നിങ്ങൾ അവരോട് എന്താ പറഞ്ഞേ? നാട്ടുകാർ 4 പേര് അറിഞ്ഞി നിന്റെ സ്വഭാവ ഗുണങ്ങള്. ഇനി നമുക്ക് രണ്ടാം കൂടെ അവിടെ ചെന്നിട്ടേ നിന്റെ ജാരനെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നം മനുഷ്യ? ഇവിടെ എന്നെ ഇങ്ങനെ നരകിപ്പിക്കുന്നത് പോരെ? ഇത് നാട്ടുകാരുടെ മുമ്പിലും കൂടി നാണക്കെടുത്തണോ? നിർത്തടി, നിന്റെ ശബ്ദം ഈ വീട്ടിൽ പൊങ്ങി പോകരുത്. നീ എന്താ പറഞ്ഞ്? നിന്നെ ഞാൻ ഇവിടെ കിടത്തി നരകിപ്പിക്കാതെ. നിനക്ക് ശരിക്കുള്ള നരകം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ നരകിപ്പിക്കും. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു? നിനക്ക് കണ്ണു കണ്ട നാട്ടുകാരെ കൂടെ ഇവിടുന്ന് പോണല്ലേ? ഇവിടെ ആരും ഇല്ല. നിന്നെ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഇവിടുന്ന് നിന്നെ ഇവിടുന്ന് എപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല. നീ ഇവിടെ ഇരുന്ന് നരയിക്കും. ഇനി നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാല് ഇതായിരിക്കും എന്റെ സ്വഭാവം. പറഞ്ഞോ? നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നു. എന്നാലും ആരോട് പറയാണ്ട് നീ എന്തിനാ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്? അറ്റ്ലീസ്റ്റ് നിന്റെ വീട്ടുകാരോടെങ്കിലും വിളിച്ച് പറഞ്ഞുവിടായിരുന്നോ? ആരും വിശ്വസിക്കുന്നില്ലടോ. ഒരുപാട് തവണ പറഞ്ഞു നോക്കി. എന്നെ സ്നേഹിച്ചു കൊല്ലുന്ന പോലെയാ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കുന്നു. അവര് പറയുന്നത് എനിക്കാ പ്രശ്നം. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എടോ, ഏതെങ്കിലും ഒരുത്തൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ അവൻ ചെയ്യുന്ന ടോർച്ചറിങ് ഒക്കെ ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ വിദ്യാഭ്യാസം കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണമെന്നെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. അതാരും പറഞ്ഞും കൊടുക്കില്ല. അതാണ് പ്രശ്നം. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു. എടാ, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ഭർത്താവേ അല്ല അവൻ. ഹീസ് എ നാർസിസിസ്റ്റ്. നാർസിസിസ്റ്റോ? അതേടോ, ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും തന്റെ പാർട്ട്ണറെ സ്നേഹിക്കില്ല. അയാൾ അയാളെ മാത്രമേ സ്നേഹിക്കൂ. അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും. നിന്നെ എത്രത്തോളം അടിച്ചമർത്താൻ പറ്റുമോ അത്രത്തോളം അടിച്ചമർത്തും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞു നടക്കും. അവനേക്കാളും നീ ഉയരണമെന്ന് തോന്നിയാല് ഏത് വിധേനയും നിന്നെ തല്ലി താഴെയിടും. അതാണ് അയാൾ ചെയ്യുക. ഇനിയും അവൻ ബ്രൂട്ടൽ ആകാനാണ് സാധ്യതയുള്ളത്. ഒരുപാട് തവണ നിന്നെ ഫിസിക്കലി ടോർച്ചറിങ് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, ആരോടും മിങ്കിള് ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്തും അവൻ നിന്നെ അകറ്റിയില്ലേ? അവൻ ഇഷ്ടംപോലെ തെറ്റുകൾ ചെയ്യും. എന്നിട്ട് നിന്നെ കൺവിൻസ് ചെയ്യും നീയാണ് തെറ്റുകാരി, അവൻ വളരെ പെർഫെക്റ്റ് ആണെന്ന്. എന്നിട്ട് എല്ലാ കുറ്റങ്ങളും നിന്റെ തലയിലേക്ക് ഇട്ടുവരും.
അവസാനം നീയും വിചാരിക്കും നിനക്ക് എന്തൊക്കെയോ കുറവുണ്ട്, നീ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നീ അതെല്ലാം കൂടെ ആക്സെപ്റ്റ് ചെയ്യും. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആദ്യമൊക്കെ മാനസികമായിട്ട് തകർത്താനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ചിരിച്ചും കളിച്ചും സംസാരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും സ്വഭാവം മാറും. പിന്നെ പിന്നെ ദേഹോപദ്രവം തുടങ്ങി. മൂപ്പർക്ക് എന്നെ വേദനിപ്പിച്ചില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്ന പോലെയാണ്. നാട്ടുകാരുടെ മുമ്പിലൊക്കെ മാഞ്ഞ്, വീട്ടിൽ വന്നാൽ ഒരു ചെകുത്താന്റെ സ്വഭാവമാണ് കാണിക്കുക. ഈ വീട് നരവാക്കി മാറ്റാൻ വേണ്ടി നടക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എങ്ങനെ ഇന്ന് രക്ഷപ്പെടുന്നു. ആരും പറഞ്ഞ വിശ്വസിക്കുന്നില്ല. ആരും എൻ്റെ കൂടെ ഇല്ല. അന്നിപ്പോ എനിക്ക് നിന്റെ നമ്പർ കിട്ടിയതുകൊണ്ട് ഇപ്പൊ നിന്നെ വിളിക്കാൻ പറ്റും. ഇവിടെ ഒരാളും എന്നെ വിശ്വസിക്കും. എല്ലാവരും മുമ്പിൽ ഞാനിപ്പോ ഒരു ചീത്ത സ്ത്രീയാണ്. എന്റെ വീട്ടുകാർക്കും പറഞ്ഞ് മനസ്സിലാകും. ഇതൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കും? അതും എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണെന്നറിയോ ചെയ്യാ? ആദ്യം തന്നെ അവന്റെ പാർട്ട്ണറെ കോൺഫിഡൻസ് മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കും. ഇനി നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, നീ ഒന്നും അല്ല, നിനക്ക് ഒരു കഴിവില്ല എന്നുള്ള ചിന്ത അങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമ്മള് ഒന്നും ചെയ്യില്ലല്ലോ, ജോലിക്കും ശ്രമിക്കില്ല, പുറത്തേക്കും ഇറങ്ങില്ല, ആരോടും മിണ്ടാനും പേടി, ആ ഒരു ലെവലിലേക്ക് ആക്കും അവര് നമ്മളെ. അവൻ ശരിക്കും നിന്നെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, സ്നേഹം നടിച്ച് നിന്നെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. നിന്നെ വെറും ഒരു അടിമയാക്കി വെക്കുക, അവന് തട്ടിക്കളിക്കാനുള്ള പാവം. എടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ മൂപ്പരെ കൗൺസിലിംഗ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നന്നായിട്ട് സ്നേഹിച്ച് ഞാനൊന്ന് താഴ്ന്നു കൊടുത്താല് റെഡിയാകും. ഇല്ല ശ്രുതി, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവൻ മാറണമെങ്കിൽ അവൻ തന്നെ ചിന്തിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്, ഞാൻ മാറണം. അല്ലാത്തടത്തോളം നമുക്ക് അവനെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അവന്റെ വീക്ക്നെസ് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും വലിയൊരു മാസ്ക് ഇട്ട് അവൻ നടക്കുന്നത്. ഞാൻ എന്തോ വലിയ പെർഫെക്റ്റ് ആണ്, ഒരുപാട് മാന്യനാണ്. നമ്മൾ പറഞ്ഞ ആൾക്കാരും വിശ്വസിക്കില്ല. നിനക്ക് അവനെ മാറ്റിയെടുക്കാന്നുള്ള ചിന്തയില്ലേ, അത് വെറും തെറ്റായ ധാരണയാണ്. നിനക്കതിന് കഴിയില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക. വെറുതെ എന്തിനാ ഇങ്ങനൊരു ഭ്രാന്തന് വേണ്ടിയിട്ട് നിന്റെ ജീവിതം കളയാൻ നിൽക്കുന്നത്? നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇനി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കുറച്ച് ബോൾഡ് ആവണം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. ഇനി അങ്ങോട്ട് നീ കുറച്ച് ശ്രദ്ധിച്ചോ. എല്ലാ കാര്യങ്ങളും അവനോട് തുറന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. പിന്നെ അവൻ നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാല് അവനോട് എടുത്തു ചാടി കാര്യത്ത് സംസാരിച്ച് ഷൗട്ട് ചെയ്യാൻ നിൽക്കണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവൻ കൂടുതൽ വയലന്റ് ആകുകയുള്ളൂ. ഇനി അങ്ങോട്ട് നീ വളരെ ശ്രദ്ധിക്കണം ശ്രുതി. എല്ലാ കാര്യങ്ങളും അവനോട് ഇങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കരുത്. നിന്റെ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ വയ്ക്കും. ആദ്യമൊക്കെ മെന്റൽ ടോർച്ചറിങ് ആയിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പൊ ഫിസിക്കൽ ടോർച്ചറിങ്ങിലേക്ക് മാറിയില്ലേ? അവൻ ഇത്രയും വഷളായ സ്ഥിതിക്ക് നീ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ആ ഹലോ, ആ ഞാൻ റെഡിയായി, ഇപ്പം ഇറങ്ങും. അല്ല, നീ വീട്ടിൽ ചെന്നിട്ട് അമ്മേനോടൊക്കെ പറഞ്ഞോ? ആ ആയിക്കോട്ടെ. പിന്നെ എനിക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല കേട്ടോ, മൂപ്പരിപ്പം എത്തും. ആ എത്തിന്നാ തോന്നി, കട്ട് ചെയ്തോ. ശരി. നീ ഇതെവിടേക്കാ? വല്ല ട്രോളിയൊക്കെ പാക്ക് ചെയ്തു? ഞാനെങ്ങോട്ട് പോവാൻ, ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചാ. ട്രോളിയിലാകുമ്പോൾ വൃത്തിയായിട്ടിരിക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ആ സുധാകരേട്ടനെ സഹായിച്ചില്ല, കുറച്ച് പൈസ കൊടുത്തിട്ട്. പുള്ളി എന്നെ ഇന്ന് കണ്ടു. അപ്പൊ എന്നോട് പറയാ, കുറേ പേരെടുത്ത് പൈസ വെച്ച് ഒരാളും കൊടുത്തില്ല. ഞാൻ മാത്രമാണ് പുള്ളിയുടെ അത്യാവശ്യ സിറ്റുവേഷനിൽ ഞാൻ സഹായിച്ചത്.
നാട്ടിൽ മൊത്തം പറഞ്ഞ് പാട്ടാക്കിയിട്ട്. നമുക്കൊരു വില എന്താന്ന് പറയാ പുറത്തിറങ്ങുമ്പോൾ. ഞാനിപ്പോ ഒരു റോൾ മോഡലാ എല്ലാരെയും മുന്നിൽ. അയാൾ പറയാ എന്നെ പോലെ ഒരുത്തിന് ഈ ഏരിയയിലേ ഇല്ല. നിനക്കെന്തടി ഞാൻ പറഞ്ഞൊരു വിലയില്ലാത്ത? നിന്നെ ഞാൻ പറഞ്ഞ് കേട്ടില്ല? ഡീ ഇങ്ങോട്ട് വാടി. എന്താ പ്രശ്നം? നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടു. നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ബഹുമാനിക്കണമെന്നല്ലേ? നല്ല കാര്യം. അതിനെന്താ? പിന്നെ ഞാനിപ്പോ എന്റെ വീട്ടിലേക്കൊന്ന് പോട്ടോ. രാത്രി തിരിച്ചു വരും. കുറച്ച് ദിവസമായില്ലേ അമ്മ എന്നെ കണ്ടിട്ട്. അപ്പൊ എന്നെ കാണണം. വീട്ടിലേക്കോ? അതെന്തിന്? ഓ, അതിനു വേണ്ടിട്ടല്ലേ നീ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നീ അങ്ങോട്ട് പോകാൻ പോവാണോ? പിന്നെ പോകാണ്ട് എന്റെ അമ്മയ്ക്ക് സുഖമില്ലേ, അതുകൊണ്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് നീ അച്ഛനും അമ്മയൊന്നും വേണ്ടെന്നാണോ? ഒന്ന് പോയി കണ്ടിട്ട് വരാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടുകാരായിട്ട് ഒരു ബന്ധവും വെക്കരുതെന്ന്? ഇതിപ്പോ എന്താ അമ്മേനെ കാണാനൊരു തോന്നല്? അമ്മയ്ക്ക് പനിയാന്ന് ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞു? അതവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്തോ നിന്നെ? അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞു വയ്യാന്ന്. നിന്റെ അമ്മ വിളിച്ചപ്പോ നീ എന്തൊക്കെയാടി പറഞ്ഞു കൊടുത്ത്? ഈ വീട്ടിലില്ലാത്ത കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്താണോ അല്ലേ? ഇനിയിപ്പോ നീ അങ്ങോട്ട് എഴുന്നള്ളാൻ പോവുക. അവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ചെന്നിട്ട് നീ ഈ വീട്ടിൽ നിന്ന് എവിടേക്ക് പോകില്ല, ഇവിടെ നിൽക്കും. നിങ്ങൾ എന്തിനാ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? നിങ്ങളെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരതാൻ എനിക്ക് പറ്റുമോ? ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്താ മനസ്സിലാക്കാത്ത? എന്നാലും പോണ്ട. നിനക്ക് വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? എനിക്ക് നിങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഇല്ലേ? അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വേണം. എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് വലിയ മതിപ്പല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരടി പേടിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിന്റെ കുടുംബക്കാരെ പേടിയാന്ന്. വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കരുത്. നീ ഇവിടുന്ന് പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട, അത്ര തന്നെ. അതിന് നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്കറിയാം നിങ്ങൾ ആരെയും പേടിക്കില്ല എന്ന്. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എപ്പോഴും ഇങ്ങനെ കീരിയും മാമ്പുമായി നടന്നാൽ എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കാന്ന്. കുറച്ചു ദിവസം എന്നെ കാണാണ്ട് നിൽക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം കൂടില്ലേ? അപ്പൊ എന്നെ തിരിച്ചു വിളിക്ക്, ഞാൻ വരാം. അല്ലാണ്ട് എന്തിനും എന്നെ കത്തിക്കയറിയാലോ എങ്ങനെയാ? ഇപ്പോഴല്ലേ എനിക്ക് നിന്റെ സ്ട്രാറ്റജി മനസ്സിലായത്. അപ്പൊ എന്നെ ഇവിടെ ഒഴിവാക്കിയിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോയിട്ട് സൂക്ഷിച്ച് ജീവിക്കാനല്ലേ? അത് നടക്കും. നീ നിന്റെ ഈ പെട്ടിയായിട്ട് പോന്നൊന്ന് ഞാൻ കാണട്ടെ. നീ പോടി, നീ വാ കാണട്ടെ. ഞാൻ ഇറങ്ങ്, ആ വാതിൽ കടന്ന് പോന്ന് ഞാനൊന്ന് കാണട്ടെ. നീ പോടി, നീ പോന്നൊന്ന് എനിക്ക് കാണണം. ഇതിപ്പോ പോണ്ടേ? ഞാൻ സ്ഥിരതാമസാക്കാൻ പോകുന്നല്ലേ, ഞാൻ തിരിച്ചു വരും. ആ, എന്നാ പിന്നെ നീ പോണ്ട കാര്യം എന്താ? ഇവിടെ നിന്നാ പോലെ. അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ, കണ്ടിട്ട് വരാം. എന്നാ പിന്നെ പോണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്നാ പോലെ നിനക്ക്. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ, ഞാൻ കണ്ടിട്ട് വരാം. അതിനിപ്പോ എന്താണ്? ഞാനില്ലേ ഇവിടെ, നീ എന്തിനാ അങ്ങോട്ട് പോവാൻ നിൽക്കുന്നത്? എനിക്കോട് വരെ പോണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ വേഗം വരാന്ന് പറഞ്ഞില്ലേ? എന്തിനാ പോന്നേ? അല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ ഇവിടെ നിന്നാ മതി, ഇങ്ങോട്ടൊന്നും പോലെ. വേദനിപ്പിക്കാൻ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം നിന്നിട്ട് വരാം. എങ്ങനെ എന്നെ വിട്ടിട്ട് എനിക്കെങ്ങനെ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റുക? നീ ഇല്ലാണ്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുക. നീ വന്ന് ചിന്തിച്ചോക്കെ എന്റെ സൈഡ്. നീ എനിക്ക് നീ ഇവിടെ വേണം, എനിക്ക് നിൽക്കാൻ പറ്റൂല. നീ അറിയുന്ന കേക്ക്. വീട് ഞാൻ പോകുന്നില്ല. പോരാ, എന്താണ് ഞാൻ എവിടെയും പോകുന്നില്ല. ഇവിടെ നീ എപ്പോഴും കേട്ടോ, നീ എപ്പോഴും ഇവിടെ തന്നെ വേണം. ഒരാളുടെ കൂടെ പോവാനും പാടില്ല, ആരും കളയും. നമുക്ക് നമ്മൾ മാത്രം പോരെ. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, മേലെ റൂമിൽ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്നുള്ള സ്നേഹം എനിക്ക് ആഘോഷിക്കണം. മോളിൽ നിന്ന് എടുത്തിട്ട് വാ. നമുക്ക് ഈ സമയം ഒന്ന് ആഘോഷിച്ചിരിക്കാം. ചെല്ലേ, പോയി എടുത്തിട്ട് വാടി. അതാണ്, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാര്യ എപ്പോഴും. ചെല്ലേ.
ചെല്ലട്ടോ. ഏട്ടൻ പോയി റൂമിലെടുത്ത് ഞാൻ കൊണ്ടുവരാം. ശരി ശരി ശരി. ഏട്ടൻ പോയിക്കും, ഞാൻ എടുത്തിട്ട് വരാം. പെട്ടെന്ന് വേട്ടോ. ഡേ, എന്താണ് നീ ചെയ്യുന്നത്? ഡോർ തുറക്കടി. നീ അവിടെ കിടക്കട. ഓരോ 5 മിനിറ്റ് നീ നിന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്ക. അതിനനുസരിച്ച് പന്ത് ഇടാൻ ഞാൻ നിന്ന് തരണം. എടീ തുറക്കടി ഡോറ്. നീ തുറക്കാൻ, നീ കളിക്കാൻ അവിടെ നിന്നിട്ട് നിന്റെ കൈ കിട്ടിയാണല്ലോ ഞാൻ. എടീ തുറക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഒന്ന് അടങ്ങടാ. നിന്റെ മാനസിക രോഗത്തിന് ചികിത്സിക്കാൻ വന്നതല്ല ഞാൻ. ഇത്രയും കാലം നീ എന്നെ വിട്ടിട്ടേ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചതല്ലേ. അതിന് പകരവും പലിശയും കൂട്ടുപലിശയായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തരണ്ട നിനക്ക്. നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഇവിടെ പോലീസ് എത്തും. ബാക്കിയുള്ള നിന്റെ അസുഖമൊക്കെ കുറച്ചു കാലം അഴിയെണ്ണുമ്പോ മാറിക്കോളും. അല്ലാണ്ടേ ഇതിന് വേറെ ട്രീറ്റ്മെന്റിന്റെ മരുന്നിന്റെ ഒന്നും ഒരാവശ്യമില്ല. എടീ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ പോലടി, എന്നെ വിശ്വസിക്കേ. എടീ നീ പോലെ. ഞാൻ പോകാണ്ട് പിന്നെ ഇവിടെ നിൽക്കാനോ? എടാ, നിന്നെ പോലെയുള്ള ഭ്രാന്തന്മാരായ ഭർത്താക്കന്മാർക്ക് വേണ്ടിട്ട് കളയാനുള്ളതല്ല എന്നെ പോലത്തെ സ്ത്രീകളുടെ ജീവിതം. ഓ